നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏൾ നൈറ്റിൻഗേൽ എന്ന മഹാനായ ഒരു ചിന്തകൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനത്തെക്കുറിച്ചാണ്. ഏറ്റവും വിചിത്രമായ രഹസ്യം, ദി സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർ അതിവേഗം വിജയം നേടുന്നത്? മറ്റു ചിലർക്കാകട്ടെ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ല. ഇത് ഭാഗ്യം കൊണ്ടാണോ, അതോ സാഹചര്യങ്ങൾ കൊണ്ടാണോ? അതൊന്നുമല്ലെന്ന് ഏൾ നൈറ്റിൻഗേൽ ഇവിടെ പറയുന്നു. ഇതിനു പിന്നിൽ വളരെ ലളിതവും എന്നാൽ അതീവ ശക്തവുമായ ഒരു രഹസ്യമുണ്ട്. ഒരു ചോദ്യത്തോടെ നമുക്ക് തുടങ്ങാം. ലോകത്ത് ഒരുപാട് ആളുകൾ പണവും സന്തോഷവും നല്ല ബന്ധങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അവ ലഭിക്കുന്നത്? എന്താണ് ഈ വിചിത്രമായ രഹസ്യം? ഈ രഹസ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും, ഇത് ഇത്രയേ ഉള്ളോ? അതെ, ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ആഴം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് പ്രധാനം. ആ രഹസ്യം ഇതാണ്: നാം നമ്മുടെ ചിന്തകളായി മാറുന്നു. വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളതായിത്തീരും. അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ വിതയ്ക്കുന്ന വിത്തുകൾക്കനുസരിച്ചാണ് അവൻ ജീവിതത്തിൽ ഫലം കൊയ്യുന്നത്. നെഗറ്റീവ് ചിന്തകൾ വിതച്ചാൽ നെഗറ്റീവ് ഫലങ്ങൾ നമ്മെ തേടി വരും. പോസിറ്റീവ് ചിന്തകളാണ് വിതയ്ക്കുന്നതെങ്കിലോ നമുക്ക് തിരികെ ലഭിക്കുന്നതും പോസിറ്റീവ് ഫലങ്ങൾ തന്നെയായിരിക്കും. ഇത് പ്രകൃതിയുടെ ഒരു നിയമം പോലെയാണ്, ഗുരുത്വാകർഷണം പോലെ കൃത്യമായ ഒന്ന്. ഏൾ നൈറ്റിൻഗേൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. പ്രമുഖ മനഃശാസ്ത്രജ്ഞരെയും തത്വചിന്തകരെയും പഠിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായത്, മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ തത്വജ്ഞാനികളും മതഗ്രന്ഥങ്ങളും ഒരേ കാര്യമാണ് പഠിപ്പിക്കുന്നത് എന്നാണ്. നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നമ്മുടെ മനസ്സ് ഒരു ഫലഭൂഷ്ടമായ തോട്ടം പോലെയാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ തോട്ടത്തിൽ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെയല്ലേ നമുക്ക് തിരികെ ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വിഷക്കായയുടെ വിത്താണ് നമ്മൾ അവിടെ നടുന്നത് എന്ന് സങ്കല്പിച്ചു നോക്കൂ. അവിടെ വളർന്നു വരുന്ന ആ മരത്തിൽ നിന്നും നമുക്ക് തിരികെ ലഭിക്കുന്നതും അതേ വിഷക്കായകൾ തന്നെയല്ലേ. അതേസമയം നല്ല ഒരു പഴത്തിന്റെ വിത്താണ് ആ മണ്ണിൽ നടുന്നതെങ്കിലോ അവിടെ നിന്ന് തിരികെ നമുക്ക് ലഭിക്കുന്നതും, അതായത് ആ മരത്തിൽ നിന്നും നമുക്ക് തിരികെ ലഭിക്കുന്നതും അതേ പഴങ്ങൾ തന്നെയായിരിക്കും. നമ്മളിൽ പലരും പലപ്പോഴും എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഒരു പരാജയമാണ്, എന്റെ കയ്യിൽ പണമില്ല, എനിക്കു ഭാഗ്യമില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്, അല്ലേ? ഈ ചിന്തകൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ അത്തരം സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ ഈ രഹസ്യം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വിജയം നേടാം? ഇത് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഒരു പുതിയ ജോലി, കൂടുതൽ വരുമാനം, ആരോഗ്യമുള്ളൊരു ശരീരം, നല്ലൊരു ബന്ധം? എന്താണോ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതുക. ഇത് എന്തുകൊണ്ട് പ്രധാനമാണ്? ഒരു കപ്പൽ തുറമുഖം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അല്ലേ? പക്ഷേ ലക്ഷ്യബോധമില്ലാത്ത അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനമില്ലാത്ത ഒരു കപ്പലിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു പക്ഷേ കൊടുങ്കാറ്റിൽ പെട്ട് ഒടുവിൽ അത് നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അതുപോലെയാണ് ലക്ഷ്യമില്ലാത്ത ഓരോ മനുഷ്യനും. നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായി നിർവചിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ആ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ആ ലക്ഷ്യം നേടിയതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ചിന്തകളെ ആ ലക്ഷ്യത്തിനു ചുറ്റും മാത്രം കേന്ദ്രീകരിക്കുക. ഈ രഹസ്യം വെറുതെ അറിഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് പ്രാവർത്തികമാക്കണം. അതിനുള്ള ചില ലളിതമായ നടപടികൾ ഇതാ. നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുക.
ഒരു പേനയും കടലാസും എടുത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി എഴുതുക. അത് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ വ്യക്തിപരമാകാം, തൊഴിൽപരമാകാം. ഒരൊറ്റ ലക്ഷ്യം മാത്രം തിരഞ്ഞെടുക്കുക. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന്, അടുത്ത 12 മാസത്തിനുള്ളിൽ പ്രതിമാസം 1,00,000 രൂപ വരുമാനമുള്ള ഒരാളായി ഞാൻ മാറും. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് മാത്രം നിങ്ങൾ മനസ്സിൽ കാണുക. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാനായി സഹായിക്കും. സേവന മനോഭാവം വളർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവർക്ക് മൂല്യം നൽകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അവ തിരികെ ലഭിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ ഉള്ള ഒന്നായിരിക്കണം. പ്രതിബന്ധങ്ങളെ അവസരങ്ങളാക്കുക. ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകും. അവയെ തടസ്സങ്ങളായി കാണരുത്. അവയെ പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളായി കാണുക. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പ്രവർത്തിക്കുക, വീണ്ടും വീണ്ടും പ്രവർത്തിക്കുക. വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ എല്ലാ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുക. സ്ഥിരമായി പരിശ്രമം അത്യാവശ്യമാണ്. ഏൾ നൈറ്റിംഗേൽ ഒരു 30 ദിവസത്തെ പരീക്ഷണം ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത 30 ദിവസത്തേക്ക് ഒരു നിമിഷം പോലും നെഗറ്റീവ് ചിന്തകൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടം നൽകാതിരിക്കുക എന്നതാണ്. പൂർണ്ണമായും നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി ജീവിക്കുക. 30 ദിവസത്തിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നമ്മുടെ ഈ ലോകത്തില് ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ്. അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും വലിയ രഹസ്യം. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിലേക്കാണ് നിങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭയത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയും. വിജയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നമ്മളെ തടയുന്നത് ബാഹ്യമായ സാഹചര്യങ്ങളല്ല, നമ്മുടെ ഉള്ളിലെ സംശയങ്ങളും ഭയങ്ങളുമാണ്. നിങ്ങൾ വിജയിക്കുമെന്നോ പരാജയപ്പെടുമെന്നോ ചിന്തിച്ചാൽ ഈ 2 കാര്യങ്ങൾക്കും, അതായത് 2 സാഹചര്യത്തിലും നിങ്ങളുടെ ചിന്ത ശരിയായിരിക്കും. കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്രത്യേക തുക, ഒരു പണമാണ് വേണ്ടതെങ്കിൽ ആ തുകയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലളിതമായ തത്വം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും നേടാൻ സാധിക്കും. കാരണം ഏറ്റവും വിചിത്രമായ രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നതാണ്, നിങ്ങളുടെ ചിന്തകളിൽ. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശയിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ റൂട്ടിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിനെ ഒരു വിജയ യന്ത്രമാക്കി മാറ്റുക നിങ്ങൾക്കതിന് സാധിക്കും. ഈ ശബ്ദം നിങ്ങൾ മുടങ്ങാതെ 30 ദിവസം കേൾക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് രൂപമാറ്റം വരുത്തുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും.